നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്, എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളെ കൊണ്ട് നടക്കൂല. ഫുള്ള് നെഗറ്റീവ് തോട്ടാണ്. അതായത് എന്നെ കൊണ്ട് നടക്കൂല, ഞാൻ ഭയങ്കര ലേസിയാണ്, ഞാൻ പോസിറ്റീവല്ല, അങ്ങനത്തെ ഈ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടല്ലോ. ഈ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടായതുകൊണ്ടാണ് നമുക്കൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ തുടങ്ങാനോ മുന്നോട്ട് കൊണ്ടുപോകാനോ പറ്റാത്തതിൻ്റെ മെയിൻ റീസൺ നെഗറ്റിവിറ്റി പല രീതിയിലുണ്ടാവാം. ഒന്ന് നമ്മളെ സറൗണ്ടിങ്സിൽ നിന്നുണ്ടാവാം, നമ്മളെ ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്നുണ്ടാവാം. പിന്നെ നമ്മൾ സ്വന്തം ഇങ്ങനെ ചിന്തിച്ച് കാണ്ട് നമുക്ക് എന്തുണ്ടാകാം, നെഗറ്റിവിറ്റി ഉണ്ടാകാം. ആളുകളിൽ നിന്നാണ്, നമ്മളെ സറൗണ്ടിങ്സിൽ നിന്നാണ് നമുക്ക് നെഗറ്റിവിറ്റി ഉണ്ടാവുന്നുണ്ടെങ്കിൽ സറൗണ്ടിങ്സ് ചേഞ്ച് ചെയ്യാം. നമ്മൾ ഒരു സ്ഥലത്തിരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലും കൂടെ നമ്മൾ വീട്ടിൽ എവിടെയെങ്കിലും ഇരിക്കുമ്പോഴാണ് നമുക്കൊരു നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്ഥലത്ത് പിന്നെ ഇരിക്കരുത്. നമുക്ക് എവിടെയാണോ നമുക്ക് പോസിറ്റീവ് നമുക്ക് കിട്ടുന്നത്, ആരുടെ കൂടെ ഇരിക്കുമ്പോഴാണോ നമുക്ക് പോസിറ്റീവ് ആവുന്നത്, അവരുടെ കൂടെ ഇരിക്കുക, ആ സ്ഥലത്തിരിക്കുക, ആ ഇടം തേടി പോവുക എന്നുള്ളത് മാത്രമേ ഇതിന് സൊല്യൂഷനുള്ളൂ. പിന്നെ നമുക്ക് സ്വന്തം വെറുതെ ഇങ്ങനെ നമുക്ക് തന്നെ തോന്നുകയാണ് ഇന്നെ കൊണ്ട് കഴിയൂല അല്ലേ. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് നമ്മളിലൊരു വിശ്വാസം വേണം. ആദ്യം നമുക്ക് നമ്മളിലൊരു വിശ്വാസം വേണം. ഐ ക്യാൻ എന്നുള്ള ഒരു സംഭവമുണ്ട്. അതായത് എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ, എന്തുകൊണ്ട് നമുക്ക് പറ്റിക്കൂടാ, എനിക്ക് കഴിയും എന്നുള്ള ട്രസ്റ്റ് യുവർ സെൽഫ്. നമ്മളിൽ ആദ്യം വിശ്വസിക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സിമ്പിളായി അറിയാം. എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ കഴിവുകളിൽ ആദ്യം നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ്. മറ്റുള്ളവർ പലതും പറയും. മറ്റുള്ളവർക്ക് വേറൊരു കാര്യമുണ്ട്. ചിലവർ പറയും നമ്മളെന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം, നമ്മളെന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ മറ്റുള്ളവരോട് നമ്മൾ അഭിപ്രായം പറയുമ്പോൾ ചിലവർ പറയുന്നത് എന്ത് പറയും, ചെയ്യണ്ട, നടക്കൂല എന്ന് പറയും. ഇതിൽ വേറൊരു സംഭവമുണ്ട്. മറ്റുള്ളവരുടെ അഡ്വൈസ് മറ്റുള്ളവർ പറയുന്നത് കേൾക്കണ്ടെന്നല്ല, പക്ഷെ അവരെ കൊണ്ട് പറ്റാത്തത് നമ്മളെ കൊണ്ട് പറ്റൂല എന്നുണ്ടോ? എല്ലാവർക്കും ഡിഫറെൻറ്റ് എബിലിറ്റിയാണ്, ഡിഫറെൻറ്റ് സ്കില്ലാണ്. മറ്റുള്ളവർക്ക് കഴിയാത്തത് നമ്മളെ കൊണ്ട് എന്തല്ല പറ്റൂല എന്നതല്ല അർത്ഥം. മേ ബി അത് ചിലപ്പോൾ നമുക്ക് പറ്റുമായിരിക്കും. പക്ഷേ ഓല വർത്താനം കേട്ടുകണ്ട് അവരുടെ എന്തെങ്കിലും പറഞ്ഞുകാണ്ട് നമ്മളെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാതെ നമ്മളെന്തെങ്കിലും ചെയ്യാതിരുന്നാൽ നമ്മളവിടെ ഇരിക്കത്തേ ഉള്ളൂ. പിന്നെ നമ്മൾക്ക് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് കേൾക്കാം, അഡ്വൈസ് സ്വീകരിക്കാം, പക്ഷെ ലാസ്റ്റ് ഡിസിഷൻ എടുക്കേണ്ടത് എപ്പോഴും നമ്മൾ മാത്രമായിരിക്കണം. സോ പറയാനെന്തത്രേ ഉള്ളൂ, നെഗറ്റിവിറ്റി അത് എവിടെ നിന്നാണോ കിട്ടുന്നത് അത് ഐഡൻറ്റിഫൈ ചെയ്യുക, പോസിറ്റീവ് ആവാൻ നോക്കുക, നെഗറ്റിവിറ്റി ഒഴിവാക്കുക, ഏത് രീതിയിലാവാം. പിന്നെ ഐ ക്യാൻ എന്നുള്ളൊരു മെൻറ്റാലിറ്റി അതെപ്പോഴും കൊണ്ടുവരിക. എന്ന് വെച്ച് ഓവർ കോൺഫിഡൻസ് എടുക്കണം എന്നല്ല. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം നമുക്കൊരു വിശ്വാസം വേണം. നമുക്കറിയാലോ നമുക്ക് പറ്റും എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് നമ്മൾ ട്രൈ എങ്കിലും ചെയ്യടാ, അറ്റ്ലീസ്റ്റ് നമ്മൾ ട്രൈ ചെയ്യണം. അതായത് നമ്മൾ ഒന്നും അതിനുള്ളൊരു ഇനീഷ്യേറ്റീവ് ഒരു രീതിക്കും ചെയ്യാതെ നമ്മളെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞാൽ, നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയൂല എന്ന് നമ്മൾ തന്നെ വിചാരിച്ചാൽ അതിൽ അർത്ഥമില്ല. പക്ഷെ നമ്മൾ അറ്റ്ലീസ്റ്റ് ട്രൈ എങ്കിലും ചെയ്തിട്ട് നമുക്ക് ബോധ്യമാവുകയാണ് നമ്മളെ കൊണ്ട് പറ്റൂല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, പ്രശ്നമില്ല. പക്ഷെ ഒന്നും ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാതെ നമ്മളെ കൊണ്ട് കഴിയൂല, ഫുൾ ഓഫ് നെഗറ്റിവിറ്റി തോട്ട്സാണ് നമ്മളെ ഉള്ളിൽ ഉള്ളതെന്നുണ്ടെങ്കിൽ അതിൽ ഒന്നും അർത്ഥമില്ലല്ലോ. സോ അവോയ്ഡ് നെഗറ്റിവിറ്റി, ഓൾവേസ് ബി പോസിറ്റീവ്. ഓക്കെ, താങ്ക് യു.